തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നേതൃത്വത്തിനെതിരെ CPM-ൽ വിമർശനങ്ങൾ തുടരുന്നു. പാലക്കാട് ഏരിയ കമ്മിറ്റി യോഗത്തിൽ പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനം. പിണറായി വിജയന്റെ കടക്കുപുറത്ത് ഡാഷ്മോനെ തുടങ്ങിയ പരാമർശങ്ങൾ തിരിച്ചടി ഉണ്ടാക്കിയതാണ് വിമർശനം. അതേസമയം തെരഞ്ഞെടുപ്പ് തോൽവിയിലെ വിമർശനങ്ങൾ സമൂഹ മാധ്യമ സൃഷ്ടി എന്നാണ് CPM നേതാവ് EP ജയരാജൻ പറയുന്നത്. പുറത്തുവരുന്ന ഊഹാപോഹങ്ങളാണെന്നാണ് പ്രതികരണം. സ്വാഭാവികമാണ്, പാർട്ടിക്കകത്ത് ചർച്ചകളുണ്ടാകും, അഭിപ്രായങ്ങളുണ്ടാകും. ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ പാർട്ടിയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും. വിമർശനം, സ്വയം വിമർശനം, തെറ്റുകൾ കണ്ടെത്തൽ, തിരുത്തൽ, ശരിയായ നില സ്വീകരിക്കൽ, അത് ഞങ്ങളുടെ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. ഇതിപ്പോൾ ഒരു പുതിയ സംഭവമായിട്ടാണ് ഒരുപക്ഷെ നിങ്ങൾ ധരിച്ചിട്ടുണ്ടാകുക. അല്ല, ഇത് പാർട്ടിയുടെ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. സോഷ്യൽ മീഡിയ സൃഷ്ടി എന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതാണ്. സാധാരണഗതിയിൽ ഒരു പാർട്ടി നടപടിക്രമം അനുസരിച്ച് ആ പാർട്ടി കമ്മിറ്റിയിൽ പങ്കെടുത്ത ഒരു പാർട്ടി അംഗം ഇത്തരം കാര്യങ്ങളൊന്നും പുറത്ത് പറയാറില്ല. പിന്നെ ഊഹാപോഹം എന്നല്ലാതെ ഞാനെന്ത് പറയാനാണ്? അതേസമയം തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യുന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ചർച്ചകളിൽ പങ്കെടുക്കും. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. ബൽറാം, മുഖ്യമന്ത്രിയുടെ ഈ പറഞ്ഞ കടക്ക് പുറത്ത് അല്ലെങ്കിൽ വീട്ടിൽ പോയി ചോദിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ പോയി പറ, അല്ലെങ്കിൽ ഡാഷ്മോനെ രേവന്ത് തുടങ്ങിയ പരാമർശങ്ങൾ പരാജയത്തിന് കാരണമായി എന്ന വിമർശനം ഉയർന്നു എന്ന് എന്തായാലും EP ജയരാജൻ സമ്മതിക്കില്ല. അദ്ദേഹം ഊഹാപോഹം എന്നേ പറയൂ, അതങ്ങനെ തന്നെയാണ്. ബൽറാം, പക്ഷേ ഈ പറയുന്ന പിണറായി വിജയനിലേക്കും MV ഗോവിന്ദനിലേക്കും മാത്രം ഒതുങ്ങുന്നതല്ല ചരിത്രത്തിലെ ഏറ്റവും വലിയ LDF തോൽവിയുടെ കാരണങ്ങൾ. അതടക്കം കേന്ദ്ര കമ്മിറ്റി യോഗം വിശദമായി പരിശോധിക്കുമോ ബൽറാം? ഹഷ്മി, സംസ്ഥാന ജില്ലാ തലങ്ങളിൽ നടന്ന ചർച്ചകളിലുണ്ടായ വിമർശനങ്ങൾക്ക് സമാനമായ തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെ ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും ഉയർന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതിൽ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളും ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതിൽ നേതൃത്വത്തിന് പറ്റിയ പാളിച്ചകൾ എണ്ണി പറഞ്ഞുകൊണ്ടുള്ള വിമർശനം തന്നെയാണ് പല നേതാക്കളും ഉന്നയിച്ചിരിക്കുന്നത്. ഈ വിമതർ മത്സരിച്ച മണ്ഡലങ്ങളിൽ ഉണ്ടായ പരാജയം അത് പ്രത്യേകം തന്നെ ഈ ചർച്ചകളിൽ ഉയർന്നു വരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അത് അണികൾ തന്നെ, പാർട്ടി വോട്ടുകൾ തന്നെ ചോർത്തപ്പെട്ടിരിക്കുന്നു. അണികൾ നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന ഒരു സന്ദേശമാണ് അത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളിൽ ഉയർന്ന ഒരു വിമർശനം എന്നുള്ളത്. ആ ചുവരെഴുത്ത് കാണാതെ പോകരുത് എന്നും ആവശ്യമായ തിരുത്തൽ നടപടികൾ ഉണ്ടാകണമെന്നുമുള്ള അഭിപ്രായങ്ങൾ ചർച്ചകളിൽ ഉയർന്നു വന്നിരിക്കുന്നു. വ്യക്തി കേന്ദ്രീകൃതമല്ല, മറിച്ച് നേതൃത്വത്തിന്റെ ഒരു എല്ലാ തട്ടിലും ഉണ്ടായ പരാജയങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 10ഓളം അംഗങ്ങളാണ് ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിച്ചത്. ഇന്ന് 50 പേർ ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. കേരളത്തിൽ നിന്നും കൂടുതൽ പേർ ഇന്ന് ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ അസാന്നിധ്യത്തിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. നേതാക്കൾക്കെതിരെ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ പിണറായി വിജയനെതിരെ തന്നെ കടുത്ത വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യത നിലനിൽക്കെയാണ് അദ്ദേഹം ഈ യോഗത്തിൽ നിന്നും ആരോഗ്യ കാരണങ്ങളെ തുടർന്ന് വിട്ടുനിൽക്കുന്നത്. എന്തായാലും ഈ ചർച്ചകൾ അത് പ്രാഥമികമായ ചർച്ചകൾ മാത്രമാണ് എന്നും വിശദമായ കാര്യകാരണങ്ങൾ അടക്കമുള്ളവ താഴെത്തട്ടിൽ നടക്കുന്ന ചർച്ചകൾ മാത്രമായിരിക്കും വ്യക്തമാവുക എന്നും അതിനുശേഷം അടുത്ത കേന്ദ്ര കമ്മിറ്റിയിൽ മാത്രമായിരിക്കും വിശദമായ ഒരു തീരുമാനത്തിലേക്ക് ഈ തോൽവി സംബന്ധിച്ച് പാർട്ടി എത്തുക എന്നുമാണ് നേതാക്കൾ വിശദീകരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ ജയപരാജയങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ ഇക്കുറി ആ പരാജയം CPM-ന് അസാധാരണ പരാജയമാണ്. കാരണം ഏത് വമ്പൻ വേവിലും പോവാത്ത പാർട്ടി കോട്ടകൾ, പയ്യന്നൂര്, തൃക്കരിപ്പൂര്, ഉദുമ, തളിപ്പറമ്പ് പോലെയുള്ള ഏത് കൊടുങ്കാറ്റിലും മറഞ്ഞു വീഴാത്ത പാർട്ടി കോട്ടകൾ മറഞ്ഞു വീണ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതിന് സാധാരണയിൽ കവിഞ്ഞ മാരകമായ കാരണങ്ങളുണ്ട്. അത് ആഴത്തിൽ കേന്ദ്ര കമ്മിറ്റി അടക്കം പരിശോധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.